ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മികച്ച സന്ദേശമാണ്. ഒന്നാം പ്രതിയെ വെറുതെ വിടുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സമൂഹത്തിന് മോശപ്പെട്ട ഒരു സന്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 12 പേർക്ക് 3 ജീവപര്യന്തം കൊടുത്തത് വഴി മറ്റൊരു സന്ദേശം കൂടി ഈ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പരിഷ്കൃത സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമായതുകൊണ്ട് വിക്ടിം അപ്പീലിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ആവശ്യപ്പെട്ടത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നാണ്. ഒന്നാം പ്രതി മധു എന്ന് പറയുന്ന നിരാലംബനായ പ്രതികരിക്കാൻ കഴിയാത്ത ആളെ ആഞ്ഞു ചവിട്ടുന്നത്. പക്ഷേ ഈ ആഞ്ഞു ചവിട്ടുന്നത് ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായതുകൊണ്ട് അത് നമുക്കും കാണാൻ പറ്റില്ല, ആർക്കും കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 10 ആളെ കൂട്ടി അതിൻ്റെ നടുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ഒരാളെ ചവിട്ടി കൊല്ലാം എന്നാണ് യഥാർത്ഥത്തിൽ ഈ കോടതിയുടെ വിധിയിൽ വന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കറിയാം ഒന്നാം പ്രതി ചവിട്ടിയിട്ടുണ്ടെന്ന്, അദ്ദേഹത്തിൻ്റെ ഈ പ്രതിയുടെ വക്കീലിനറിയാം ചവിട്ടിയിട്ടുണ്ടെന്ന്, നമ്മൾ കാണുന്ന എല്ലാവർക്കും അറിയാം ചവിട്ടിയിട്ടുണ്ട്. പക്ഷേ ആർക്കും കാണാൻ പറ്റില്ല. പിന്നെ ചവിട്ടി എന്ന് പറയുന്ന 3 സാക്ഷികളുണ്ടായിരുന്നു. 3 സാക്ഷികളുടെ ടെസ്റ്റിമോണിയൽ എവിഡൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചില്ല. അതിൽ വളരെ വ്യക്തമായിട്ടുള്ള എതിരഭിപ്രായമാണ് ഹൈക്കോടതിയിലുള്ളത്. കാരണം എന്താ, സാഹചര്യ തെളിവുകൾ അനുസരിച്ച് ഒന്നാം പ്രതിയെ ശിക്ഷിക്കാമായിരുന്നു.